നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തിനടുത്ത് കണിയാടം എന്ന് പറയുന്ന ദ്വീപുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന നല്ലൊരു സ്ഥലമാണ്. ഇത് കണ്ടില്ലേ, വലിയൊരു വ്യൂ പോയിൻ്റാണ്. നല്ല സ്ഥലമാണ് കണിയാടം. അപ്പോൾ ഇവിടെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഒത്തിരി വിദേശികൾ വരുന്നുണ്ട്. വളരെ ഫേമസാണ്, നല്ല പ്രകൃതി സൗന്ദര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ അവിടെയാണുള്ളത്, കണിയാടം ദ്വീപിലാണുള്ളത്. അപ്പോൾ ഇവിടെ ടൂറിസ്റ്റിന് വരുന്ന ആൾക്കാർക്ക് കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം, നീലേശ്വരത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 കിലോമീറ്റർ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് കണിയാടം ദ്വീപ് കിട്ടും. വളരെ രസമാണ്, വളരെ എൻജോയ് ചെയ്യാൻ കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. ഒത്തിരി മലയാളത്തിലെ പ്രശസ്തമായ പല സിനിമകളും ഷൂട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കണിയാടം ദ്വീപ്. ഇപ്പം ഞാനിപ്പോൾ അവിടെയാണ് ഉള്ളത്. ഹായ്, നമസ്കാരം. ഞാൻ ഷാ വിളിക്കൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ കണിയാടെന്ന് പറയുന്ന, നീലേശ്വരത്തിനടുത്തുള്ള കണിയാടെന്ന് പറയുന്നൊരു വലിയ ദ്വീപാണ്. നല്ല പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാണ്. ഒരുപാട് വിദേശികൾ വരുന്നുണ്ട്. മലയാളത്തിൽ ഒരുപാട് സിനിമ ഇവിടെ ഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ആൽബത്തിൻ്റെ ഒരു വർക്കുമായിട്ട് വന്നതാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തുണ്ട് ദാമോദരൻ. അപ്പോൾ ദാമോദരൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ ദ്വീപ് കാണാൻ വന്നതാണ്. അപ്പോൾ വളരെ സുന്ദരവും മനോഹരമായൊരു പ്ലേസാണ്. ഒത്തിരി വിദേശികൾ വരുന്നുണ്ട്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ടൂറിസ്റ്റുകൾക്ക് ആൾക്കാരിവിടെ വരുന്നുണ്ട്. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. നല്ല രസം. ഒരു അമ്പലമുണ്ട്. അതുപോലെ നീലേശ്വരത്ത് നിന്ന് ഒരു 10 കിലോമീറ്റർ നമുക്ക് ഇങ്ങോട്ട് വന്നാൽ കണിയാടെന്ന് പറയുന്നൊരു സ്ഥലം കിട്ടും. മലയാളത്തിൽ ഒരുപാട് പ്രശസ്ത സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യുന്നൊരു നല്ലൊരു ലൊക്കേഷനാണ് കണിയാടൻ ദ്വീപ്.